വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പൊ ഇന്ന് നമ്മൾ കണ്ട ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണല്ലേ വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ റിവ്യൂ ചെയ്യണം ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു അല്ലേ ഫിറു? കുറെ സിനിമകൾ കാണാറുണ്ട്, പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാനോ, നമ്മൾ ആദ്യം തന്നെ വേറെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മള് റിവ്യൂ പരിപാടി പോലെ സീരീസ് പോലെയൊക്കെ ചെയ്യണം. നമ്മള് കൊറേ വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറെ കാര്യങ്ങളിലൊക്കെ ആയിപ്പോയുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ കണ്ട സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏതായിരുന്നു ഒരു സിനിമ? വിവേകാനന്ദൻ വൈറലാണ്. നമ്മളുടെ വീഡിയോയും വൈറലാട്ടെ. അപ്പൊ വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അത് നെടിയത്ത് പ്രൊഡക്ഷന്റെ ബാനറിൽ കമൽ സംവിധാനം ചെയ്തിട്ട് ശ്യാം ടോം ചാക്കു, പിന്നെ സ്വാസിക, ഗ്രേസ്, മെറീന, ഇവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു സിനിമയാണ് അല്ലേ? നെടിയത്ത് പ്രൊഡക്ഷൻ താങ്കളുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഫിറോസ് നെടിയത്ത് പ്രൊഡക്ഷൻ താങ്കളാണോ ഈ പ്രൊഡ്യൂസ് ചെയ്തത്? നെടിയത്ത് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നെടിയത്ത് നസീബ് എന്ന് പറയുന്നത് എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി നെടിയത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് പരിപാടി ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുന്നത്. അത് നമ്മളെ ഫാമിലി നെയിം വെച്ചിട്ടാണ് തുടങ്ങിയത്. ഭയങ്കര രസമായി, നമുക്കൊരു സന്തോഷം തോന്നുന്നു ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ബിഗ് സ്ക്രീനിലൊക്കെ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. മാത്രല്ല നസീബിന്റെ അതില് ചെറിയൊരു രീതിയിൽ എല്ലാരും വന്നു പോകുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ ഇതില് ഇതില് ഡയറക്ഷൻ എന്റെ ഒരു ഫ്രണ്ടാണ് ദ്വീപിലുള്ള. അപ്പൊ ദ്വീപിലുള്ള കുറെ ആൾക്കാർ ഈ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ ആയിരുന്നു. അപ്പോ നമ്മൾ വേറെ കുറെ സിനിമകളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അവര്. അപ്പൊ അതിലൊക്കെ അവരൊക്കെ ഇങ്ങനെ പേര് തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം സിനിമയിലോട്ട് വരുവാണെങ്കിൽ സിനിമയുടെ ത്രെഡ് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ വീടുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പല സ്ത്രീകളും അനുഭവിക്കുന്ന, പക്ഷെ പുറത്തോട്ട് തുറന്ന് പറയാത്ത ഒരു സബ്ജക്റ്റാണ് വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന സിനിമ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല സ്ത്രീകളെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലേ ഫിറു? അതേപോലെ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും പലയിടങ്ങളിലും. ഞങ്ങളും ഇത് സഫർ ചെയ്തതാണോ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു പ്രശ്നമായിരുന്നു എന്നെങ്കിലും ആലോചിക്കും. അതായത് ആ ഒരു ത്രെഡ് ഇതാവുന്ന മീൻസ് സിനിമ കാണുന്ന സമയത്ത് നോർമൽ ആണ് എന്ന് വിചാരിച്ച് നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നോർമൽ അല്ല, ഇത് പ്രോബ്ലം ആണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു തോട്ട് സിനിമ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെ സൊസൈറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കഥാപാത്രങ്ങളുടെ ഒരു പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ശ്യാം ടോം ചാക്കു അതങ്ങ് തകർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ? അതായത് ആ ക്യാരക്ടറിന് വേണ്ടതിലും അപ്പുറമായിരുന്നു ശ്യാം ടോം ചാക്കു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തന്നെ ഇറിറ്റേറ്റഡ് ആവും, ഇയാൾ എന്തുവായി ചെയ്യുന്നേ? അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പൊതുവെ ഷൈനെ നമ്മൾ കാണുമ്പോ ഒരു ഇവന്റില് കണ്ടപ്പോൾ പുള്ളി വന്നിട്ട് സാധാരണ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാത്ത രീതി അല്ല, സിമ്പതി ഇല്ലാത്ത ക്യൂരിയോസിറ്റി ആയിരുന്നു. നമ്മുടെ വീൽചെയറിന്റെ മെക്കാനിക്സും ഒക്കെ ആയിരുന്നു അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. എത്ര ഗിയർ ഉണ്ട്, ഇതെങ്ങനെയാ ഓടിക്കുന്നത്. പൊതുവെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഗ്രസീവ്നെസ് ഉണ്ട് അല്ലേ ഷൈനില്? അതായത് അഗ്രസീവ്നെസ് എന്ന് പറയുമ്പോ ഒരു തുള്ളിച്ചാട്ടവും ഇങ്ങനെ എന്താ പറയാ നമ്മള് കുട്ടി ആ ഒരു സാധനം സിനിമയിലോട്ട് വരുമ്പം അത് ആ ഒരു കഥാപാത്രത്തിന് വളരെ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു സാധനമാണല്ലേ. നമുക്ക് അങ്ങ് ദേഷ്യം വരും. ഭയങ്കര രസമുണ്ട് ആ സിനിമയിൽ. മറ്റേ ബസ് കയറാനൊക്കെ പോകുന്നതൊക്കെ ഓടിച്ചാടി പോകുന്നത്, ഭയങ്കര സ്ട്രഗിൾ ഒക്കെ കാണിച്ച് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോ അതാ പറഞ്ഞത്, സിനിമയിൽ ഭയങ്കര എന്താ പറയാ ആള് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. പിന്നെ നായികകൾക്ക് ആക്ട്രസിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് കേട്ടോ. അപ്പൊ അതില് 3 നായികമാരുണ്ട്. അതില് 3 പേരും സ്വാസിക ആണെങ്കിലും ഗ്രേസ് ആണെങ്കിലും മെറീന ആണെങ്കിലും ഒക്കെ അവർക്ക് കൊടുത്ത റോളുകള് വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു മിസ്പ്ലേസ് എന്താ പറയാ അതിന് നമ്മള് കാസ്റ്റ് ചെയ്തത് ഒരു പ്രശ്നമായി എന്ന് തോന്നുന്നില്ല. കറക്റ്റ് ആയിരുന്നു കാസ്റ്റിംഗ് എല്ലാം. പിന്നെ എന്റർടൈൻമെന്റിന്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ പാട്ടുകളുണ്ട്. സിത്താരയൊക്കെ പാടിയിട്ടുണ്ട്, സിത്താര ചേച്ചിയൊക്കെ പാടിയിട്ടുണ്ട്. അതില് നല്ല പാട്ടുകളുണ്ട്. സിത്താര ചേച്ചി പാടിയ ഒരു പാട്ട് ഭയങ്കര ഒരു നമുക്ക് ടച്ച് ആയിട്ടുള്ള ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഒരു പാട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഹാഫിന്റെ ഒരു സമയമാകുമ്പോട്ട്
പിന്നെ ആദ്യത്തെ ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചിലപ്പം ഒരു എന്താ കുറച്ച് ലാഗ് വരുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മളെ ഇരുത്തും, നമ്മളെ ഫ്ലിപ്പായിരുന്നു അത്. മൊത്തത്തിൽ എൻഗേജ് ആക്കും. ഭയങ്കര ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നു, അവരെല്ലാം അവരുടെ പെട്ടെന്ന് ഭയങ്കര സ്പീഡായിരുന്നു. സിനിമ ഭയങ്കര മൂവിങ് ആയിരുന്നു. അപ്പോ അത്രേ ഉള്ളൂ സിനിമയെ കുറിച്ച് പറയാൻ. അവരുടെ മീൻസ് എല്ലാ കഥാപാത്രങ്ങളും അവരവർക്ക് കൊടുത്ത റോളുകൾ ഭംഗിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു കല്ലുകടി അങ്ങനെ ഫീൽ ചെയ്യാത്തൊരു തരത്തിലാണ്. പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സ്ത്രീകൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് വിവേകാനന്ദൻ വൈറലാണ്. മാത്രല്ല ഇത് ഇങ്ങനെ സഫർ ചെയ്യുന്ന പുരുഷന്മാരും എല്ലാവരും ഉണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പം ആരാണെങ്കിലും സൊസൈറ്റിക്ക് റിലവന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ് വിവേകാനന്ദൻ വൈറലാണ്. നേരത്തെ ഞാൻ പറഞ്ഞൊന്നും ഓർമ്മയില്ല, കമലിന്റെ ഒരു വേറിട്ട ഒരു സബ്ജക്ട് കൂടിയാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ വെച്ചിട്ട് ഒരു ചെയ്തിട്ടില്ല. ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു അതിൽ കാണാൻ പറ്റുന്നത്. അപ്പോ എല്ലാരും പോയി സിനിമ കാണുക. നമ്മൾ ഒരുപാട് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. വിവേകാനന്ദനെപ്പോലുള്ള ആണുങ്ങൾ ഈ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അവരെ എന്തായാലും കണ്ട് മനസ്സിലാക്കണം. കാണണം, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കും. അപ്പം അത്രേ ഉള്ളൂ അല്ലേ ഫിറു? വിവേകാനന്ദനെ കാണാൻ മറക്കരുത്. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് സിനിമകളൊക്കെ ഇങ്ങനെ വരട്ടെ അല്ലേ. നെഡിയത്ത് പ്രൊഡക്ഷന്റെ ബാനർ റിച്ചും എല്ലാവരും ഭയങ്കര ഹൈ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ സിനിമയില്. അപ്പം എന്റെ കൊച്ച് ഡയറക്റ്റ് ചെയ്യും കുറച്ച് കഴിയുമ്പോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു സിനിമയായിട്ട് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ കണ്ടുമുട്ടാം അല്ലേ. ഇനിയൊരു സിനിമ, ഇനി എന്തായാലും നമ്മൾ സിനിമ റിവ്യൂസ് എടുക്കണം. അപ്പൊ സിനിമ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം, കണ്ടിട്ട് വന്നിട്ട് കമന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. കടലും നിലാവും.